തോട്ടം തൊഴിലാളിയെ ആന കുത്തിക്കൊന്നതിന്റെ ഞെട്ടൽ മാറും മുമ്പ് കിഴക്കൻ മേഖലയിൽ വീണ്ടും ആന ഇറങ്ങി. ഉറുകുന്നിൽ വെള്ളിയാഴ്ച പുലർച്ചെ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു. ഉറുകുന്ന ആയിഷ പാലത്തിന് സമീപം വനത്തോട് ചേർന്ന പ്രദേശത്താണ് കാട്ടാന നാശം വിതച്ചത്. ഇതോടെ വനാതിർത്തിയിൽ മഴക്കുഴികളുടെ നിർമ്മാണത്തിനായി പോയ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഭീതിയിലായി. പിന്നെ ഒരാള് നോക്കി നിൽക്കാനൊക്കുന്നതല്ല, അതിന്റെ കാൽച്ചവട് പോയി കാണണം. അത് കണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ. അതെന്തുകൊണ്ട് ഈ പ്രായം കൂടിയവര്, പ്രായം കുറഞ്ഞവര്, ഓടാൻ വയ്യാത്തവര്, നടക്കാൻ വയ്യാത്തവര്, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പെണ്ണുങ്ങളായി ഇവിടെ പണിയുന്നത്. അവരുടെ ജീവൻ പണയം വെച്ചാൽ അവർ കയറിപ്പോകുന്ന, ജീവിക്കണ്ടായോ? യാതൊരു മാർഗവും ഇല്ല. ഞങ്ങൾ ഇതുകൊണ്ടൊക്കെയാ ജീവിക്കുന്നത്. ഞങ്ങൾ എങ്ങോട്ടും പോകും? സർക്കാർ തരുന്ന 3 സെന്റ് സ്ഥലം, ഒരു വീട് കൊണ്ട് ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്? അതാ ഞങ്ങൾക്ക് സങ്കടം. ഈ മലയ്ക്കുള്ളിലാ ഞങ്ങളുടെ പണി. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എവിടെ ഓടും? എവിടെ രക്ഷപ്പെടും? എന്നിട്ട് ഞങ്ങൾ ജീവൻ പണയം വെച്ചാ ഇവിടെ പണിയുന്നത്. പ്രദേശത്തെ പല വീടുകളിലും വൈദ്യുതി എത്തിയിട്ടില്ല. അതുകൊണ്ട് കാട്ടാനക്കൂട്ടം വീട്ടുപരിസരത്തെത്തിയാലും രാത്രി അറിയാനാവില്ല. ഈ മല കിടക്കുന്ന മലപ്രദേശത്ത് കിടക്കുന്ന ഇവർക്ക് കറണ്ട് കൊടുത്ത് അത്യാവശ്യമായിട്ട് കൊടുത്തേ വെക്കും. ഇവിടെ MP യോ MLA ആരാണ്ടൊക്കെ വന്ന് കണ്ടു കേട്ട് പോയിട്ടുണ്ട്. അവർക്ക് ഇന്ന് വരെ അത് കൊടുത്തിട്ടില്ല. അത് കൊടുത്താലേ പറ്റൂ കട്ടായമായിട്ട്. ഇന്നലെ രാത്രിയിൽ ഈ സംഭവം നടന്നപ്പോ വെട്ടമില്ല, വെളിച്ചമില്ല, യാതൊന്നുമില്ലാതെ എല്ലാവരും പിന്നെ പേടിച്ച് വിറച്ച് നിൽക്കുമായിരുന്നു. കുട്ടികള് സകലം ഇറങ്ങി വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ലെന്നുള്ളതാണ്. വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഈ വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ ആരെ എറിഞ്ഞ് ഓടിക്കാമെങ്കിലും ആണുങ്ങളെങ്കിലും ഇറങ്ങിയതിനെ വാവയ്ക്കാനെങ്കിലും. അവർക്ക് പോലും ഇറങ്ങാൻ വയ്യാത്ത സ്ഥിതിയായിരുന്നു ഇന്നലെ ഈ രാത്രിയിൽ ഇവിടെ, കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ നടന്ന സംഭവം. ആന ഇറങ്ങിയതായി വനപാലകരെയും വാർഡ് മെമ്പറെയും അറിയിച്ചെങ്കിലും ആരും സ്ഥലത്തെത്തിയില്ലെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട്. സൌരോർജ്ജ വേലി, എലഫന്റ് റഞ്ച് തുടങ്ങി വന്യമൃഗശല്യത്തിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർക്ക് അനക്കമില്ല. എന്നാൽ പ്രശ്നം അതീവ ഗുരുതരമാണെന്നും ജനകീയ പ്രക്ഷോഭമല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നും CPI പ്രവർത്തകൻ മോഹനൻ പറയുന്നു. ജനകീയ പ്രക്ഷോഭത്തിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹാരമുണ്ടാക്കാൻ കഴിയൂ എന്നുള്ള സ്ഥിതിയിലാണെങ്കിൽ ഏതാണ്ട് 10-70 വയസ്സ് വരെയുള്ള തൊഴിലാളികൾ, സ്ത്രീ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ആനയെ കണ്ടാൽ ഓടിയാൽ അവിടെ വീണ് ആന ചവിട്ടിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് മാമ്പഴത്തറയിൽ കുറവന്താവളത്ത് CPIയുടെ നേതാവ് തുളസീധരനെ ആന ചവിട്ടിയിട്ട് കുത്തിക്കൊന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല.